ശരി, നിങ്ങൾക്കെല്ലാവർക്കും ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്നുണ്ടോ? എന്താ ആത്മവിശ്വാസം? കോൺഫിഡൻസ് ഉണ്ടോ? ശരി, നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ? അതെന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അഹങ്കാരം ഉണ്ടോ? എന്താണ് ആത്മവിശ്വാസം? അതെ, എന്തിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയാ? വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ, ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവുക? നിൽക്കട്ടെ, എന്തു ആവട്ടെ, ഞാൻ അതിനൊരു 2 കഥ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരാൾക്ക് ഇവിടെ നിന്ന് എറണാകുളത്ത് പോകണം. എറണാകുളത്ത് പോകാൻ അദ്ദേഹം ഒരു വണ്ടി വിളിച്ചു. ആ വാടകയ്ക്ക് വിളിച്ച കാറ് വന്നു. അദ്ദേഹം കാറിൻ്റെ പിൻസീറ്റിലിരുന്നു. എന്നിട്ട് ഈ ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് അദ്ദേഹം ന്യൂട്രലിലിട്ടു. വണ്ടി സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക, ആക്സിലേറ്റർ കൊടുത്തു. പതുക്കെ വണ്ടി മുന്നോട്ട് പോയി. വണ്ടി വേഗത കൂടുന്നതിനനുസരിച്ച് അദ്ദേഹം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നുണ്ട്, ക്ലച്ച് അമർത്തുന്നുണ്ട്, ഗിയറുകളെല്ലാം അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വണ്ടി അങ്ങനെ 100-110 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അദ്ദേഹം മുന്നിലൊരു വലിയ ഹമ്പ് കണ്ടു. ഹമ്പ് കണ്ട വഴി അദ്ദേഹം ബ്രേക്കിൽ കാലിച്ചമർത്തി. വണ്ടി സ്ലോ ആവുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ക്ലച്ചിൽ കാലമർത്തി വണ്ടി നേരെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അങ്ങനെ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്തെത്തി. അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞ് അദ്ദേഹം വണ്ടിയിൽ കയറാൻ നേരത്തെ ഈ ഡ്രൈവറോട് പറഞ്ഞു, സുഹൃത്തേ, ഇനി ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത് അദ്ദേഹം? ഞാൻ വണ്ടി ഓടിക്കാം. അപ്പോൾ ഈ ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, പക്ഷെ ഡ്രൈവ് ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു. സുഹൃത്തെ, അത് നേരെ ക്ലച്ചിലിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ ക്ലച്ച് അമർത്തുക, ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുക. അങ്ങനെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയുടെ വേഗത കൂടുമ്പോഴെല്ലാം ക്ലച്ച് അമർത്തി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ വണ്ടി അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി സ്ലോ ആവുന്നതിനനുസരിച്ച് ക്ലച്ച് അമർത്തിക്കൊണ്ട് ഗിയറുകൾ ഡൗൺ ചെയ്യുക. പതുക്കെ വേഗത്തിൽ വരുന്ന വാഹനങ്ങളെ കയറ്റി വിടുക. ഇങ്ങനെ സ്ഥലത്തെത്തുക. സിമ്പിൾ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചാൽ, നിങ്ങൾ ഇതിനു മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് സാർ? എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഡ്രൈവറുടെ അടുത്ത് ഈ പിൻസീറ്റിലിരുന്ന് വണ്ടി വാടകയ്ക്ക് വിളിച്ച് ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആത്മവിശ്വാസമാണോ അഹങ്കാരമാണോ? ആത്മവിശ്വാസം ഉണ്ടാവുന്നത് അറിവിൽ നിന്നാണ്. ആത്മവിശ്വാസം എങ്ങനെയുണ്ടാവുക? അറിവിൽ നിന്ന്. അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നത് അഹങ്കാരമാണ്. അറിവില്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവും? അഹങ്കാരം. ഇദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാനുള്ള അറിവുണ്ടോ? നോക്കൂ, മകൾ പരീക്ഷയ്ക്ക് പോവാണ്. പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ടാവും? അമ്മ, എനിക്ക് A+ കിട്ടും. അമ്മയ്ക്ക് ആശ്വാസമായി. അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ടാവും? A+ കിട്ടും. ഓ, അച്ഛനും. സ്കൂളിൽ ചെന്നു, ടീച്ചർ ചോദിച്ചു, എങ്ങനെയുണ്ടാവും? A+ കിട്ടും എന്ന് ഈ കുട്ടി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണോ? ആണെന്ന് ധരിക്കണു എല്ലാവരും. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ A+ ഇല്ല, Aയും ഇല്ല, B+ ഇല്ല, B മാത്രം. എന്നാൽ അന്ന് അമ്മ ചോദിച്ചു എന്നിരിക്കട്ടെ, ഇന്ന് ഏതാ നിനക്ക് എക്സാം? ഇംഗ്ലീഷിൽ എത്ര ലെസൺ ഉണ്ട് നിനക്ക് പഠിക്കാൻ? അതിപ്പോൾ ലെസൺ കുറേ ഉണ്ട്. അതെ, എത്രയുണ്ട്? നീ പരീക്ഷയ്ക്കല്ലേ പോകുന്നത്? അതെ, അത് ഒരു 10, 16, 17, 18, 19 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പരീക്ഷയ്ക്ക് പോണ കുട്ടി അത്ര. അപ്പം അമ്മ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിനക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് പഠിക്കാൻ? ആകെ 1-ാമത്തെ അധ്യായം തൊട്ട് 19 വരെയുള്ള അധ്യായങ്ങളിൽ ലെസൺസിൽ നിനക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് പഠിക്കാൻ? ആകെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ടോട്ടൽ എത്രയുണ്ടെന്ന് പറ. അയ്യോ, അതൊക്കെ ഇപ്പോൾ 1-ാമത്തെ ലെസണിൽ എത്ര ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്? 2-ാമത്തെ ലെസണിൽ എത്ര ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്? അങ്ങനെ ഓരോ അധ്യായങ്ങളിലും ഇത്ര ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട് എന്ന ഭാവത്തിൽ നീ പഠിച്ചിട്ടാണ് പോകുന്നത്. അറിവിൽ നിന്നാ മോളെ ആത്മവിശ്വാസം ഉണ്ടാകൂ. അറിവില്ലായ്മയിൽ നിന്ന് കാണിക്കുന്നതാണ് അഹങ്കാരം. അറിവാണ് കോൺഫിഡൻസ്.
അറിവുള്ള ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് എനിക്ക് 19 ലെസൺ പഠിക്കാനുണ്ട്, ആകെ 362 ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്, അതിൽ 163 വൺ വേർഡാണ്, അതിൽ ഇത്ര എണ്ണം 2 മാർക്കിൻ്റെയാണ്, അതിൽ ഇത്ര എണ്ണം 5 മാർക്കിൻ്റെയാണ്, അതിൽ ഇത്ര എസ്സേസ് ഉണ്ട്, ഇത്ര ഇതുണ്ട്, ഇതുണ്ട്, അങ്ങനെ ഞാൻ പഠിച്ചു എന്നൊരു കുട്ടി ആത്മവിശ്വാസം കൊണ്ടാണ് പറയുന്നത്. ആത്മവിശ്വാസം അറിവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ എക്സാമിന് പോവാറ്? ഇതൊക്കെ ഒരു കിടിക്കൂത്താണ്. കിട്ടി പോയാൽ പോയി. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് അറിവിൽ നിന്നാണ്. ഇവിടെ ഈ ഡ്രൈവറുടെ പിന്നിലിരുന്ന് താൽക്കാലികമായി എനിക്ക് എല്ലാം സാധിക്കുമെന്ന് പാഠപുസ്തകങ്ങളിലെ അക്ഷരങ്ങളിലൂടെ വായിച്ച് പഠിച്ചാൽ, അപ്പോൾ വിദ്യാഭ്യാസത്തിന് മറ്റൊരു ഭാവമുണ്ട്. പ്രാക്ടിക്കൽ നോളജ് കൂടി ഉണ്ടാവണം വിദ്യാഭ്യാസത്തിന്. എന്ത് വേണം? പ്രായോഗിക ബുദ്ധി ഉണ്ടാവണം. ജനറൽ നോളജ് ഉണ്ട്, സൂപ്പർവിഷൻ നോളജ് ഉണ്ട്, നമുക്ക് എല്ലാ നോളജും ഉണ്ട്, പക്ഷെ അക്കാദമിക് നോളജ് ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ശരിയാണോ? എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളി പോട്ടെ. ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താ? പേടിപ്പിക്കുക. അത് ഈ പേടിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ? എന്തോ ആവട്ടെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. വീട്ടിലേക്ക് പോകുമ്പോൾ നടന്നു പോകാൻ കുറേ ദൂരം പോകണം. അപ്പോഴാണ് ഞാനൊരു എളുപ്പ വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറു വഴിയിലൂടെ പോയാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പെട്ടെന്ന് എത്താം. 5 മിനിറ്റ് കൊണ്ട് എത്താം, അല്ലെങ്കിൽ ഞാൻ 15 മിനിറ്റ് നടക്കണം. അങ്ങനെ ഞാൻ ആ ഇടവഴികളിലൂടെ, ആരുമില്ലാത്ത വിജനമായ പ്രദേശത്തുകൂടെ, ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഇടുങ്ങിയ ആ ഇടവഴിയിലൂടെ ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആരുമില്ലാത്ത ആ വഴിയിലൂടെ എൻ്റെ മുന്നിലേക്ക് ഒരു വലിയ നായ നടന്നു വരികയാണ്. ദി ഹൗണ്ട് ഓഫ് ബാസ്കർവിൽ എന്ന് പറയുന്ന, ബാസ്കർവിൽസിലെ വേട്ടനായ എന്ന് പറയുന്ന പഴയൊരു ഡിറ്റക്റ്റീവ് നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഭയാനകമായൊരു സ്വത്വം, നീണ്ട ഉയർന്ന വലിയ കൂർത്ത പല്ലുകളുള്ള ഒരു വലിയ നായ എൻ്റെ മുന്നിലേക്ക് നടന്നു വന്ന് ഇതാ തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഈ നായ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ മുന്നിൽ എന്നെ തൊട്ടില്ല എന്നുള്ള നിലയ്ക്ക് 5 അടി 6 അടി ഉയരമുള്ള ഭീകരമായ ആ നായ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നേരിടുന്നത് വെല്ലുവിളിയാണോ ഭീഷണിയാണോ? അപ്പോൾ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നോക്കൂ, വെല്ലുവിളി എന്ന് പറയുന്നത് വരാൻ പോണ ഒരു പ്രശ്നമാണ്. വെല്ലുവിളി എന്ന് പറയണത് എന്താ? വരാൻ പോണ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയാൽ അടുത്ത് വരുന്ന 2019 മാർച്ച് മാസത്തിലെ എക്സാം നിങ്ങൾക്ക് വെല്ലുവിളിയാണോ ഭീഷണിയാണോ? വെല്ലുവിളി. എന്താ കാരണം? വരാൻ പോണ ഒരു പ്രശ്നമാണ്. ശരിയാണേ. എന്നാൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിൻ്റെ പേരാണ് ഭീഷണി. ഓക്കെ, 2018 ജൂൺ മാസം 1-ാം തീയതി 2-ാം തീയതിയോ 3-ാം തീയതിയോ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് വെല്ലുവിളിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? സ്കൂളിൽ പോയി അന്നാന്ന് പഠിക്കാനുള്ളത് പഠിക്കാഞ്ഞ് വീട്ടിൽ ചെന്ന് ടിവിയും കാർട്ടൂൺ ചാനലും കണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് അതിലിഷ്ടമുള്ളവരുമായി ചാറ്റ് ചെയ്ത് ഫേസ്ബുക്കും വാട്സാപ്പും മെസ്സഞ്ചറിലും അങ്ങനെ ജീവിതം നീക്കി മാർച്ച് മാസമായപ്പോൾ പഠിക്കാൻ പറ്റാതെ തല ഉയർത്തി അമ്മോട് പറഞ്ഞു, എന്തോരം പഠിക്കാൻ അമ്മ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ഭീഷണിയാണ്. അല്ല, ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയാണ്, അന്ന് പഠിക്കാനുള്ളത് പഠിച്ച് തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങൂ എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നവൻ, അവനൊരിക്കലും എക്സാം ഭീഷണിയാവില്ല. ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ നേരിടുന്ന പ്രശ്നവും വെല്ലുവിളി എന്നത് വരാൻ പോകുന്നൊരു പ്രശ്നവുമാണ്. എങ്കിൽ പറയൂ, ഈ നായ കടിക്കാൻ ഇതാ മുഖത്തോട് മുഖം തൊട്ടുരുമ്പി നിന്നാൽ അത് വെല്ലുവിളിയാണോ ഭീഷണിയാണോ? ഭീഷണിയാണ്. ആ നേരത്ത് ഫോൺ എടുത്തിട്ട്, ആ സുരേഷേ, ഒരു നായ കടിക്കാൻ വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ സമയമില്ല സുഹൃത്തെ. ഉടനെ പ്രതികരിക്കണം. ഭീഷണികൾക്കെല്ലാം ഉടനെ പ്രതികരിക്കണം. വെല്ലുവിളിയോ ആലോചിച്ച് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, നല്ലൊരു തന്ത്രം ഉണ്ടാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എക്സാം നിങ്ങൾക്ക് എന്നും വെല്ലുവിളിയാണോ ഭീഷണിയാവോ? അതിനെന്ത് വേണം? നല്ലോണം തയ്യാറെടുക്കണം. ഏതുപോലെ? അതാത് ദിവസത്തെ പഠിച്ച് തീർത്തിട്ടേ കിടന്നുറങ്ങും. എന്താ അതിൻ്റെ വലിയ സ്ട്രാറ്റജി? എന്താ അല്ലേ?
വെല്ലുവിളിയായിരിക്കണം എല്ലാം. ഭീഷണിയായാൽ അത് നമ്മളെ നശിപ്പിക്കും. ഓക്കെ.